ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. 2025 ഓഗസ്റ്റിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം. 2025 ഓഗസ്റ്റിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരമാണ് ചേതേശ്വർ പുജാര. ചേതേശ്വർ പുജാരയാണ് 2025 ഓഗസ്റ്റിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ വിജയികളായത്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ വിജയികളായത് തിരുവനന്തപുരം. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. വിശ്വസുന്ദരി പട്ട മത്സരത്തിൽ പാലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്യുന്നത് നദീൻ അയൂബ്. വിശ്വസുന്ദരി പട്ട മത്സരത്തിൽ പാലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്യുന്നതാണ് നദീൻ അയൂബ്. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷയാണ് ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനാണ് അമ്മയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ. ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം, വെള്ളറട, തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലം. സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഹാപ്പി കേരളം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.